ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് ജന്മാഷ്ടമിയാണ്. നമുക്ക് അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമുക്കിന്ന് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം, നിങ്ങൾ ഏത് വിശ്വസിക്കുന്ന ദൈവമായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ജന്മാഷ്ടമി ആയതുകൊണ്ട് നമ്മളത് പറയുന്നേ ഉള്ളൂ. വ്യൂവേഴ്സ് പലരുമാണെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ജസ്റ്റ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന രീതിക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച്. ഇന്ന് മൺഡേ ആണ്. ഞാൻ സാധാരണ നമ്മൾ വീക്ക്ലി ഇടുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് ഐ തിങ്ക് ഇന്ന് ഞാനിത് ചെയ്യാം. നോക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ സാഹചര്യവും സിറ്റുവേഷൻ ആക്ഷൻ ഔട്ട്കം പോലെ തന്നെ അതിൻ്റെ ഒരു ലേശം കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം. ഓക്കെ, സിറ്റുവേഷൻ ആക്ഷൻ ഔട്ട്കം എന്നും നമ്മൾ പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു വേറൊരു മെത്തേഡ് ഓഫ് റീഡിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് കാർഡ്സ് വെച്ചിട്ട് ഞാൻ പറയാം, ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എടുത്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ആക്ച്വലി ആദ്യം നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങളുടെ എനർജി ഇന്നത്തെ എന്താണ് നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി. വാവ്, വളരെയധികം ബേർഡനിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി ഇന്നത്തെ വളരെ സ്ട്രെസ്ഫുൾ എന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ മേലെ ബാധ്യതകളുണ്ട് എന്ന് പറയാം. അതിനെക്കുറിച്ച് നിങ്ങളിന്ന് ഒരുപാട് വറീഡാണ്. ആ ബാധ്യതകളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊന്നും എല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങളിന്നൊരു ജസ്റ്റ് എല്ലാം വിട്ട് കളയണം എന്ന രീതിക്കുള്ള, ശരിക്കും നമ്മൾ പറയില്ല, എല്ലാം വിട്ട് നാട് വിട്ട് പോകണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട് നിങ്ങൾ. കാരണം താങ്ങി നിങ്ങൾക്ക് മതിയായിട്ടുണ്ട്. ഓക്കെ, ടെൻഷൻസ് ആയിരിക്കാം, മനസ്സിലെ സ്ട്രെസ് ആയിരിക്കാം, ടെൻഷൻ ആയിരിക്കാം, ജീവിതത്തിലെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതായത് ഫൈനാൻഷ്യൽ സ്ട്രെസ്സ്, വീട്ടിലെ ഫാമിലിയുടെ സ്ട്രെസ്സ്, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, എല്ലാം നിങ്ങളെ ഒരുപാട് ബേർഡൻ പോലെ നിങ്ങളുടെ മേലെ കുറേ റെസ്പോൺസിബിലിറ്റി വന്നുപെട്ടിട്ടുണ്ടാവും പെട്ടെന്ന് വിചാരിക്കാതെ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നത് തുമ്മൽ വരുന്നുണ്ട്. ഓക്കെ, സോറി, എനിക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ 10 of Wands ഞാൻ പറഞ്ഞത്, ലൈക്ക് 10 of Wands പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ ബേർഡൻ നമ്മൾ ക്യാരി ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, അത് എന്തുമാവാം. അഗൈൻ നമ്മൾ ഫാമിലിക്ക് വേണ്ടി, ഫാമിലിയുടെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നുപെട്ടു എന്ന് പറയാം. ഓക്കെ, ജോലി സ്ഥലത്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച, ലൈക്ക് സോറി, നിങ്ങളുടെ കോവർക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി കൂടി നിങ്ങളുടെ തലയിൽ വന്ന് പെടുക, ആ രീതിക്കായിരിക്കാം. ഓക്കെ, കാര്യങ്ങൾ നിങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, നിങ്ങളുടെ ആ രീതിക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ എനർജി നിങ്ങളെ ഈ ഒരു ഡ്രെയിൻഡ് എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഗിവിങ് അപ്പ് എന്ന് വെച്ചാൽ മതിയായി, മടുത്തു, ഒരു അത്രത്തോളം നിങ്ങൾ ഈ എല്ലാം കൂടി നിങ്ങളുടെ തലയിലെടുത്ത് മതിയായി എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ. അതാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, ഓക്കെ, നമുക്കിനി സിറ്റുവേഷനെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണ് നടക്കുക, എന്തിൻ്റെയാണ് നിങ്ങൾ ബേർഡൻ അനുഭവിക്കുന്നത്. ഓക്കെ, ബൗണ്ടറീസ് കാണുന്നുണ്ട്. ഈഗോ, അഗൈൻ 10 of Swords ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മേ ബി ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അവർ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അത് ജോലി സ്ഥലത്ത് ബോസ്, അങ്ങനത്തെ കാര്യങ്ങളാവാം. വീട്ടിലാണെങ്കിൽ ഫാമിലിയിൽ മെമ്പേഴ്സ് ആരെങ്കിലും ആവാം, സീനിയേഴ്സ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക്, അങ്ങനെ ആരും എടുക്കാം കേട്ടോ. ഓക്കെ, ഒരു ഈഗോ ഉള്ള വ്യക്തി നിങ്ങളെ വളരെ കൺട്രോളിങ് ആയിട്ട് ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ കൺട്രോളിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ആയിരിക്കാം നിങ്ങൾ ഈ ബേർഡൻ അനുഭവിക്കുന്നത്, വിഷമം നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, ആ പേഴ്സൺ അവരെന്ത് പറയുന്നോ ആ രീതിക്ക് തന്നെ നിങ്ങൾ എല്ലാം ചെയ്യണം എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ 10 of Swords ആണ്. പക്ഷേ നിങ്ങളതിൽ വല്ലാതെ സ്ട്രെയിൻ ആവുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും 10 of Swords എന്താ, നഷ്ടങ്ങൾ. ഓക്കെ, മേ ബി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമമായിരിക്കാം നിങ്ങൾക്ക്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഹേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാരോ. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടാവും. അവരുടെ ഈഗോ കൊണ്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തായിരിക്കാം. ഓക്കെ, അവരെ ഈഗോ വെച്ച് ചിലവർ മാറി നിൽക്കുന്നുണ്ടാവാം. അതിൻ്റെ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ആവാം ചിലവർക്ക്.
വേറെ ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് വീട്ടിലെ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ബൗണ്ടറി വെക്കുന്നതും ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങളെ ആരോ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബൗണ്ടറി വെക്കുന്നതായിരിക്കും. മേ ബി ഒരു ഈഗോ ഉള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആര് തന്നെ ആയാലും ശരി, അതിപ്പോൾ റിലേഷൻഷിപ്സ് ആയാലും ഫാമിലിയിലായാലും കരിയർ ജോലിയിൽ നിങ്ങളുടെ ബോസ് അങ്ങനത്തെ ആൾക്കാരായാലും ശരി, ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ്. ബിക്കോസ് മേ ബി നിങ്ങളെ ഹേർട്ട് ചെയ്ത് ആരെങ്കിലും ഓൾറെഡി, അല്ലെങ്കിൽ അവരായിരിക്കും ബൗണ്ടറി വെക്കുന്നത്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഈഗോ കാണിച്ച് നിങ്ങളുടെ അടുത്ത് ബിഹേവിയർ ശരിയായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് എന്ന രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്യാം. അവർ പറയുന്ന പോലെ മാത്രം നിങ്ങൾ ചെയ്യണം എന്ന രീതിക്ക്, അങ്ങനെ അവർക്ക് വേണ്ടത് അതാണ്. എന്നിട്ട് അവരെന്താണോ പറയുന്നത് അതാണ് കറക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം എന്ന രീതിക്ക്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു ഹേർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് ടെൻഷൻ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് ഇവിടെ തടസ്സങ്ങൾ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യത്തിനെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്തത്? എന്താണ് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്ത ബ്ലോക്കേജ് എന്താണ്? അഗൈൻ സെയിം തിങ്. ഇവിടെ ഫാമിലി ആരെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കായിരിക്കാം. ഓക്കെ, ഫാമിലിയിൽ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ്, അതിപ്പോൾ ലേഡീസ് ആവാം. ലൈക്ക് നിങ്ങൾ ലേഡി ആണെങ്കിൽ മേ ബി നിങ്ങൾ ഏതെങ്കിലും ലേഡിയോടുള്ള അമ്മയോ പാരൻറ്റോ അമ്മയോ അല്ലെങ്കിൽ അമ്മയമ്മയോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഓഫീസിലെ സീനിയർ ആരെങ്കിലും ലേഡീസ്, അങ്ങനെയോ ആവാം. എനർജി പക്ഷേ വേറെ മാറി മാറി നിങ്ങൾക്ക് എടുക്കാം. ജെൻസും ആവാം, ലേഡീസും ആവാം, എന്തും ആവാം. ഓക്കെ, അങ്ങനെ ആരും ആയിട്ട് നിങ്ങൾ ഒരു ഫൈറ്റ് പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി കാണാം. മേ ബി റിലേഷൻഷിപ്സിൽ നിങ്ങൾ പേഴ്സണുമായിട്ടും ആവാം. ഓക്കെ, ഇതെല്ലാം എനർജീസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ആരുമായിട്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, പക്ഷെ ഇവിടെ ഐ തിങ്ക് ബ്ലോക്കേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമായിരിക്കാം. അല്ലെങ്കിൽ അതിപ്പോൾ ഓഫീസിലെ സീനിയർ ആണെങ്കിലല്ല, ബട്ട് അവിടെ നമ്മളൊരു പറയില്ലേ ദേഷ്യമൊന്നുമല്ല നിങ്ങൾക്ക്. ഓക്കെ, അത് എങ്ങനെ പറയാം, നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം സ്നേഹം അത് വേറെ രീതിക്ക് എടുക്കണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ആ പേഴ്സൺ കാണിക്കുന്നത് അവർ ഈഗോ കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തരത്തിലെടുത്തോളൂ. ഓക്കെ, ഓഫീസിലെ കാര്യങ്ങൾ പറയുമ്പോൾ. ഫാമിലിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് വന്നാലും എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ അതിനൊരു ദേഷ്യമായിട്ടല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ സോറി പറയേണ്ടതാണ്. അവർ ചെയ്ത തെറ്റുകളുണ്ട്, അവർ ചെയ്ത മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ നിങ്ങളാണ് അവിടെ വിട്ടുകൊടുക്കുന്നത്. എനിക്ക് അവിടെ എപ്പോഴും നിങ്ങളാണ് താണു കൊടുക്കുന്നത്, നിങ്ങളാണ് എപ്പോഴും വിട്ടുകൊടുക്കുന്നത്. ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണ് ശരിക്കും ഒരു സോറി വരേണ്ടത്. പക്ഷെ അവിടെ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ അവരോട് ആ സ്നേഹം കൊണ്ട് ക്വീൻ ഓഫ് കപ്സ് ആവണമെന്നില്ല, കിങ് ഓഫ് കപ്സ് ആവാം. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ ആ പേഴ്സണിനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ഈവൻ ഒരു നിങ്ങളുടെ ബോസ് ആയാൽ പോലും അവിടെ നിങ്ങൾക്ക് അവരോടൊരു ദേഷ്യം നോക്കാൻ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ നല്ല സമയങ്ങളും ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാൻ തെറ്റാ അവർ ജസ്റ്റ് ആ ഒരു ഈഗോയിലായിരിക്കും ചെയ്തത് എന്ന് നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ ആക്ച്വലി വളരെയധികം ഫോർഗിവിങ് പേഴ്സൺ ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ എല്ലാവരോടും എപ്പോഴും താണു കൊടുത്ത് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ മാപ്പ് കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ ശരിക്കും അഡ്വാൻറ്റേജ് എടുക്കുമെന്നും പറയാം കേട്ടോ. അങ്ങനെയും പറയാം, നിങ്ങൾ ബൗണ്ടറി വെക്കേണ്ടതുണ്ട് ശരിക്കും. ഓക്കെ, നിങ്ങളാണ് അങ്ങോട്ട് ഐ തിങ്ക് സോറി പറഞ്ഞു പോകുന്നത് എപ്പോഴും. ഓക്കെ, ഇതിവിടെ എനിക്ക് അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തടസ്സം ശരിക്കും അത് തന്നെയാണ്. എപ്പോഴും നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട അവിടെ കൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പറയേണ്ട അവിടെ ശരിക്കും പറയില്ല. കാരണം അവിടെ നിങ്ങൾ തോറ്റു കൊടുക്കുകയാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, നിങ്ങൾ കോംപ്രമൈസിന് വേണ്ടിയിട്ടായിരിക്കാം, സമാധാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, പക്ഷേ യെസ് അത് എപ്പോഴും സാധിക്കില്ല. ഓക്കെ, ഒരു പോയിന്റ് വരുമ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത്ര അതൊരു വിഷമമായിട്ട് മാറും. ഓക്കെ, ഓക്കെ, ഇനി ഇതിന് ആക്ഷൻ എന്താണ് നിങ്ങൾ എടുക്കേണ്ടത് നോക്കാം. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്? സെയിം തിങ് അഗൈൻ വരുന്നത് ഫൈറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഓക്കെ, കോൺഫ്ലിക്ട്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐ തിങ്ക് ഇത് ആവശ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് ഫൈറ്റ് ചെയ്ത് തീർക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതവിടെ നിങ്ങൾ പറയാനുള്ളത് പറയണം. ഓക്കെ, നിങ്ങൾ കുറച്ച് അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്ന് മാത്രമല്ല, നിങ്ങളിട്ട എഫേർട്ട്, നിങ്ങളതിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഭാഗത്തിന് വേണ്ടി കൂടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്, എപ്പോഴും നിങ്ങളിങ്ങനെ സോഫ്റ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട് അങ്ങനെ വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അത് മാറ്റേണ്ട ഒരു സമയമായി. അത്
പ്രശ്നങ്ങൾ വരുമോ എന്ന് പേടിച്ച് ചിലപ്പോൾ നിങ്ങൾ പറയാതിരിക്കുന്നുണ്ടാവും പലപ്പോഴും. ഓക്കെ, ബട്ട് ഐ തിങ്ക് പറയേണ്ട ഒരു സമയമായി. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ബേർഡൻ ഇനി ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നിങ്ങളിങ്ങനെ അവർക്ക് വേണ്ടി താണു കൊടുത്ത്, മറ്റേ പേഴ്സണിന് വേണ്ടി വേറെ ആരായാലും ശരി, ഓഫീസിലായാലും നിങ്ങൾ താണു കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്സിലായാലും നിങ്ങൾ അങ്ങനെ എപ്പോഴും അങ്ങനെ താണു കൊടുത്ത് കെയർ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതാണ് ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത്. ഓക്കെ, കോൺഫ്ലിക്ട്സ് വരും, യെസ്. ഓക്കെ, പക്ഷേ ഐ തിങ്ക് അത് സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും നോക്കാം ഞാൻ. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താ വരിക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തായിരിക്കും? ഓക്കെ ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, സോറി പറയുന്നുണ്ട്, ഓക്കെ, ബിന്നിങ് ഉണ്ട്, മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങളിവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ആ ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ ഒരു ഇത് ഏത് തരത്തിലായാലും, അതിപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവിൻ്റെ കാര്യമായാലും ശരി, ഫാമിലിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റെസ്പെക്റ്റിൻ്റെ ആയാലും ശരി, റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് അങ്ങനെ കിട്ടാനായാലും ശരി, ഐ തിങ്ക് ഈ ഒരു ഫൈറ്റ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ഈ ഒരു ഫൈറ്റ് ആവശ്യമാണ്. അത് പറഞ്ഞ് നിന്ന് നിങ്ങൾ ചെയ്താൽ ഗുണം, ഐ മീൻ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ യെസ്, നിങ്ങൾ കുറേയൊക്കെ സെൽഫ് ലവ് ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, ഇത് നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് ആണ്. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്കം ആക്ച്വലി യെസ്, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. റൈറ്റ്, നിങ്ങളിത് മറ്റുള്ളവർക്ക് കൊടുക്കൽ നിർത്താം. മറ്റുള്ളവർക്ക് ആ കെയർ, മറ്റുള്ളവർക്ക് എത്രത്തോളം വിട്ടുകൊടുക്കുക, ഇതൊന്നും നിർത്തിയിട്ട് നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങുക. സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ, ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നോക്കിക്കോളൂ, ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് കിട്ടും. ഓക്കെ, ആൻഡ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോറി നിങ്ങൾക്ക് വരും, ആൻഡ് ഒരു വിന്നിങ്, അത് നിങ്ങളുടെ ഭാഗത്തേക്ക് വിന്ന് നമ്മൾ ജയിച്ചു എന്ന് പറയണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയില്ലേ, ഒരു നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല, എനിക്കറിയാം, നമ്മളാരും അങ്ങനെയല്ല. ബട്ട് എന്നാലും അവിടെ എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബേർഡൻ്റെ മേലെ നിങ്ങൾ എപ്പോഴും പെട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഏത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുക. ഇവിടെ കാണുന്നത് നിങ്ങൾ ആരോ വേദനിപ്പിച്ചു എന്ന രീതിക്കാണ്. അത് ഓഫീസിൽ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തു. ഓക്കെ, അവർ തെറ്റുകൾ ചെയ്തിട്ട് പോലും അവരുടെ തെറ്റ് സമ്മതിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ ഫൈറ്റിൻ്റെ റിസൾട്ടായിട്ട് യെസ് നിങ്ങൾക്ക് കിട്ടും. ആക്ച്വലി തിരിച്ച് നിങ്ങളുടെ ന്യായം വരും എന്ന രീതിക്ക് പറയാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ലെസൺസ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഈ സിറ്റുവേഷൻ്റെ നിങ്ങൾ ഇതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ഒരു ലെസൺ ആയിട്ട് യൂണിവേഴ്സ് എന്താ തരുന്നത്? എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ലെസൺ? ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ പഠിക്കാനുള്ളത് നോക്കാം. ഇതിപ്പോൾ ഒരു സിറ്റുവേഷനാണ് വന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് ആവണം എന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ. എന്നാലും ഇത് പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ അഡ്വൈസ് ആയിട്ടും എടുക്കാം. എപ്പോഴും ന്യൂ ബിഗിനിങ്, യെസ്. ഓക്കെ, പുതിയ തുടക്കം വരും. ട്രൂത്ത്, യെസ്, ട്രൂത്ത് വരണം, വന്നേ പറ്റൂ. അഡ്വെഞ്ചേഴ്സ്, എൻലൈറ്റൻമെൻറ്റ് ആൻഡ് ടേക്കിംഗ് റെസ്റ്റ്. ഓക്കെ, സോളിറ്റ്യൂഡ്. നിങ്ങൾ ലേശം ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ലേശം ഒന്ന് ഒറ്റപ്പെട്ടിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റിൽനെസ്. ഓക്കെ, എന്തായാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, സത്യങ്ങൾ റിവീൽ ആവാനുണ്ട്. അപ്പം മീൻസ് സത്യത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ, മറ്റേ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. അത് ഏത് രീതിയിൽ പറയുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ച് അതിനനുസരിച്ച് അവരുടെ അടുത്ത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഫൈറ്റ് വേണ്ടി വരും, ചിലപ്പോൾ സ്നേഹം വേണ്ടി വരും. ആക്ച്വലി രണ്ടും ആവാം, നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സ്നേഹത്തോടെ സംസാരിക്കണോ അതോ ദേഷ്യത്തിൽ സംസാരിക്കണോ? കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണോ? എന്താ വേണ്ടത്? ട്രൂത്തിൻ്റെ കാര്യമുണ്ട്, ചില സത്യങ്ങൾ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻലൈറ്റ്മെൻറ്റും ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെയോ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ പേഴ്സൻ്റെ കാര്യങ്ങൾ, അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും. യെസ്, നിങ്ങൾക്കത് മാപ്പ് കൊടുക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ആ മറ്റേ പേഴ്സൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവരുടെ ഈഗോയിൽ അവരൊരിക്കലും അവരെ തെറ്റ് സമ്മതിക്കില്ല. സോ അവിടെ നിങ്ങൾ അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നോക്കി നിങ്ങൾ ഡീൽ ചെയ്യുക. ആൻഡ് അതിന് എന്തായാലും ഇവിടെ നിങ്ങളൊന്ന് ഐ തിങ്ക് സെൽഫ് ലെവലിലേക്ക് വരാം. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോളിറ്റ്യൂഡ് കാണുന്നുണ്ട്. ഒരല്പം നിങ്ങൾ മാറി നിൽക്കുക ആദ്യം. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ഓൾറെഡി ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത്
പറയേണ്ടത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സൈലന്റ് ആവാം. ഇനി അങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ, ആൾക്ക് കുറച്ച് സമയം കൊടുക്കുക. അവർ ഈ പറഞ്ഞതൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യട്ടെ, അവരൊന്ന് മനസ്സിലാക്കട്ടെ. അവർ ഈഗോയിൽ ഇരുന്നിട്ടായാലും കുറച്ചൊന്ന് കാര്യങ്ങളൊന്ന് ചിന്തിക്കും അവർ, തീർച്ചയായിട്ടും. ഓക്കെ, അവർ ചിന്തിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതിനുശേഷം നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരു പുതിയ തുടക്കം എന്ന രീതിക്ക് കാണുന്നുണ്ട്, അഡ്വഞ്ചേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും നല്ലൊരു കുറച്ച് സമയമെടുക്കും പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരാൻ. ഓക്കെ, ആൻഡ് ടേക്കിംഗ് റിസ്ക് എന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും അല്ല എന്തിലായാലും ശരി, ഐ തിങ്ക് നിങ്ങളൊരു റിസ്ക് എടുത്ത് മേ ബി ആ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അവർക്കൊരു അവസരം കൊടുക്കുക എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, പേഴ്സണിന് ഒരു അവസരം കൊടുക്കുക. ഇതെന്താ ഇങ്ങനെ റീഡിംഗ് എന്ന് വന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് എന്തായാലും ശരി, ആവശ്യമുള്ളവർക്ക് എടുത്തട്ടെ, ഇല്ലാത്തവർ വിട്ടേക്കാം. ഓക്കെ, മേ ബി ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കല്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ലീവ് ഇറ്റ്. എന്തായാലും ഇന്ന് വന്നത് ഐ തിങ്ക് എന്തോ ഒരു കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം, അതിനു വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. എനിവേ, കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മേ ബി ആക്ച്വലി യെസ്, കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ഐ തിങ്ക് മേ ബി നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുമായിരിക്കും. എന്തെങ്കിലും സിറ്റുവേഷൻ മോശമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മാറി ഒരു നല്ല സിറ്റുവേഷനായിട്ട് വരട്ടെ. ഓക്കെ, അതിനുള്ളത് യൂണിവേഴ്സ് ചെയ്തു തരട്ടെ നിങ്ങൾക്ക്. ഓക്കെ, സോ പക്ഷെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കും വേണം, അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് സെൽഫ് ലവിലേക്ക് കൂടി വരാം. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.